Welcome to the third video. And the second video, you learned about the special terms in not-for-profit organization. You learned about entrance fee, subscription, special subscription, life membership fee, donation, grant, legacy, sale of old newspapers and periodicals. As a continuation of the second video, here I am going to explain some other terms in connection with not-for-profit organization. In the second video, you learned 8 terms, and the 9th term is sale of old assets, books, etc. നമ്മൾ പഴയ അസറ്റുകൾ, എക്സാമ്പിൾ ഫർണിച്ചർ, നമ്മൾ സ്ഥാപനത്തിൽ ഫർണിച്ചർ ഉണ്ടാകും പഴയതായി, നമ്മളത് വിൽക്കുന്നു, നമുക്ക് എമൗണ്ട് എന്തെങ്കിലും പൈസ കിട്ടും. അതുപോലെ ലൈബ്രറിയിൽ ബുക്സ് ഉണ്ടാകും. അപ്പോൾ ലൈബ്രറി ബുക്സ് എന്ന് പറയുന്നത് ഒരുപാട് കാലം സൂക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാലം സൂക്ഷിച്ചതിന് ശേഷം നമ്മളിത് വിൽക്കുകയാണ്. അങ്ങനെ ലൈബ്രറി ബുക്സോ നമ്മുടെ മറ്റ് അസറ്റുകളോ വിറ്റിട്ട് നമുക്ക് വല്ല പൈസയും കിട്ടുകയാണെങ്കിൽ അത് റവന്യൂ നേച്ചറാണോ ക്യാപിറ്റൽ നേച്ചറാണോ എന്ന് പരിശോധിക്കണം. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്, ബുക്സ് എക്സെട്ര. ഇതിൻ്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എത്ര രൂപയുടെ അസറ്റുകളാണോ വിറ്റിരിക്കുന്നത്, അതിൻ്റെ ബുക്ക് വില എത്രയാണോ, ആ ബുക്ക് വില ബാലൻസ് ഷീറ്റിൽ കൺസേൺഡ് അസറ്റിൽ നിന്നും മൈനസ് ചെയ്യാം. അപ്പോൾ വിൽക്കുന്ന സമയത്ത് ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലാഭമോ നഷ്ടമോ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുക. അപ്പോൾ 2 സ്ഥലത്ത് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ബുക്ക് വില അസറ്റിൽ നിന്നും മൈനസ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ നിന്നും ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ലാഭമോ നഷ്ടമോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണം. നഷ്ടമാണെങ്കിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ, പ്രോഫിറ്റ് ആണെങ്കിൽ ഇൻകം സൈഡിൽ നമ്മൾ കാണിക്കണം. Sale of old assets or books. It should be treated as capital nature and deduct its book value from the concerned asset in the balance sheet. Any profit or loss on sale is to be shown in the income and expenditure account. പിന്നെ അടുത്തത് വരുന്നതാണ് ഗസ്റ്റ് ഫീ. എമൗണ്ട് ചാർജ്ഡ് ഫ്രം നോൺ മെമ്പേഴ്സ് for enjoying the facilities of a club is called guest fee. നമ്മുടെ ക്ലബിൽ ചിലപ്പോൾ പ്രവേശനം എന്ന് പറയുന്നത് മെമ്പേഴ്സിന് മാത്രമായി. ആരൊക്കെയാണോ ക്ലബിൽ മെമ്പേഴ്സ് ആയിരിക്കുന്നത് അവർക്ക് മാത്രമേ ചിലപ്പോൾ പെർമിഷൻ ഉണ്ടാവും. അപ്പോൾ ക്ലബിലുള്ള ഫെസിലിറ്റീസ് എൻജോയ് ചെയ്യാൻ വേണ്ടി മെമ്പേഴ്സ് അല്ലാത്ത ഒരാൾ ചിലപ്പോൾ വരാം. അപ്പോൾ മെമ്പേഴ്സ് അല്ലാത്ത ഒരാൾ ക്ലബിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്നും ചെറിയൊരു ഫീസ് നമ്മൾ ഈടാക്കും. അങ്ങനെ നോൺ മെമ്പേഴ്സിൽ നിന്നും ക്ലബിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അവരിൽ നിന്നും ചാർജ് ചെയ്യുന്ന ഫീസിനെയാണ് നമ്മൾ പറയുന്നത് ഗസ്റ്റ് ഫീസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചിരിക്കണം. ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ റെസീറ്റ്. പിന്നെ വരുന്നതാണ് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം. ഐറ്റംസ് ലൈക്ക് സ്റ്റേഷനറി, സ്പോർട്സ് മെറ്റീരിയൽസ് ലൈക്ക് ബാറ്റ്സ്, ബോൾസ് എക്സെട്ര ആർ കോൾഡ് എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റംസ്. നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാകും. ബാറ്റ്, ബോൾ, നെറ്റ്, ക്രിക്കറ്റ് കിറ്റുകൾ, അല്ലെങ്കിൽ മറ്റ് ഒരുപാട് സ്പോർട്സ് ഇക്വിപ്മെൻറ്റുകളോ ഐറ്റംസോ ഉണ്ടാവും. സ്റ്റേഷനറി ഉണ്ടാവും. അപ്പം ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് എത്രയുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എത്ര രൂപയുടെ സ്റ്റേഷനറി അല്ലെങ്കിൽ ഇത്തരം സ്റ്റോക്ക് ഐറ്റംസ് ആണ് ഒരു വർഷം കൺസ്യൂം ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ദി എമൗണ്ട് കൺസ്യൂംഡ് ഫ്രം ദീസ് ഐറ്റംസ് ഈസ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്.
ഒരു വർഷം നമ്മൾ എത്ര രൂപയുടെ സ്റ്റോക്ക് ഐറ്റംസ് ആണോ വാങ്ങിക്കുന്നത് അത് മുഴുവനും നമ്മൾ ആ വർഷത്തെ ചെലവായിട്ട് കാണിക്കില്ല. കാരണം ബാറ്റ് ആയാലോ ബോൾ ആയാലോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളായി കഴിഞ്ഞാൽ ഇതുപോലുള്ള സാധനങ്ങളായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് സാധനങ്ങൾ വർഷാവസാനം ബാക്കിയുണ്ടാകും. അപ്പോൾ അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് അത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതാണ്. പിന്നെ വരുന്നതാണ് പേയ്മെൻറ്റ് ഓഫ് ഓണറേറിയം. പേയ്മെൻറ്റ് ഓഫ് ഓണറേറിയം, എമൗണ്ട് പെയ്ഡ് ടു എ പേഴ്സൺ ഫോർ ഹിസ് സർവീസ് ഈസ് കോൾഡ് ഓണറേറിയം. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സ്ഥാപനത്തിന് ചില സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ചിലർ വന്ന് നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് പകരം നമ്മൾ ചിലപ്പോൾ ചില എമൗണ്ട് ബഹുമാനാർത്ഥം അവർക്ക് ചെറിയൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ കൊടുക്കുന്ന എമൗണ്ടിനാണ് പറയുന്നത് ഓണറേറിയം എന്ന് പറയും. ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, കാരണം അത് റെക്കറിങ് ആണ്. പിന്നെ വരുന്നതാണ് എൻഡോമെന്റ് ഫണ്ട്. meant for providing permanent means of support is known as endowment fund. It is a capital receipt and is shown on the liability side. Permanent means of support വേണ്ടിയിട്ട് കൊടുക്കുന്ന ഫണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും കൊടുക്കാൻ അയാൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഈ വർഷവും അതിൻ്റെ പൈസ കൊടുക്കണം, അടുത്ത വർഷവും അതിൻ്റെ പൈസ കൊടുക്കണം, അതിനടുത്ത വർഷവും പൈസ കൊടുക്കണം, ടോപ്പിലെത്തിയ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് പകരമായിട്ട് അയാൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു നിശ്ചിത തുക, ഒരു ബൾക്ക് എമൗണ്ട് സ്കൂൾ അതോറിറ്റീസിനെ ഏൽപ്പിക്കുകയാണ്. എക്സാമ്പിൾ ഒരു 50,000 റുപ്പി അല്ലെങ്കിൽ 1 lakh റുപ്പി അല്ലെങ്കിൽ 10,000 റുപ്പി, വാട്ട് എവർ ഇറ്റ് മേ ബി, സ്കൂളിനെ മൊത്തത്തിൽ ഏൽപ്പിക്കും. സ്കൂൾ അതോറിറ്റീസ് ഈ ഫണ്ട് എന്ത് ചെയ്യും, ബാങ്കിലോ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷവും ഈ ഡെപ്പോസിറ്റിന് മുകളിൽ നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. ഈ ഓരോ വർഷവും കിട്ടുന്ന ഈ ഇൻട്രസ്റ്റ് നമുക്ക് ടോപ്പിലെത്തുന്ന കുട്ടിക്ക് സമ്മാനം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പം എല്ലാ വർഷവും ഇങ്ങനെ സമ്മാനം കൊടുക്കാനായിട്ട് ഒരു നിശ്ചിത തുക, ബൾക്ക് എമൗണ്ട് ഈ ഒരു സ്ഥാപനത്തെ അല്ലെങ്കിൽ സ്കൂളിനെ ഏൽപ്പിക്കും. അങ്ങനെ ഏൽപ്പിക്കുന്ന ബൾക്ക് എമൗണ്ടിനെയാണ് നമ്മൾ പറയുന്നത് എൻഡോമെന്റ് ഫണ്ട് എന്ന് പറയും. അപ്പോൾ ഈ എൻഡോമെന്റ് ഫണ്ട് എന്ന് പറയുന്നത് വല്ലപ്പോഴും മാത്രമേ കിട്ടൂ. അത് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാലത്തേക്ക് വേണ്ടി കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടുന്ന അത്തരം ഫണ്ടുകൾ, മൊത്തമായി കിട്ടുന്ന അത്തരം ഫണ്ടുകൾ നമ്മൾ പ്രത്യേകമായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. പിന്നെ വരുന്ന അടുത്ത ടേമാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഫണ്ട് ലഭിക്കുകയാണെങ്കിൽ അത് ലാബിലിറ്റി സൈഡിൽ പ്രത്യേകമായിട്ട് കാണിക്കണം. ഇഫ് ദർ ഈസ് എനി സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് ലൈക്ക് ടൂർണമെന്റ് ഫണ്ട്, പ്രൈസ് ഫണ്ട്, എൻഡോമെന്റ് ഫണ്ട്, charity fund, etc., it is shown on the liability side as a separate item. All related incomes are added and expenses are deducted from that fund. If any fund shows negative balance, it should be debited to income and expenditure account. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്രൈസ് ഫണ്ടോ ടൂർണമെന്റ് ഫണ്ടായിട്ടോ എൻഡോമെന്റ് ഫണ്ടായിട്ടോ ചാരിറ്റി ഫണ്ടായിട്ടോ മറ്റെന്തെങ്കിലും ഫണ്ട് എന്നുള്ള നിലയിൽ പ്രത്യേക പർപ്പസിന് വേണ്ടിയിട്ട് പൈസ കളക്ട് ചെയ്യുകയാണെങ്കിൽ, പൈസ ലഭിക്കുകയാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ പ്രത്യേക ഐറ്റമായി കാണിക്കണം. അങ്ങനെ ബാലൻസ് ഷീറ്റിൽ പ്രത്യേക ഐറ്റമായി കാണിക്കുന്ന സമയത്ത് ഈ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻകവും ആ ബാലൻസ് ഷീറ്റിൽ ആ ഫണ്ടിനോട് ആഡ് ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ആ ഫണ്ടിൽ നിന്നും മൈനസ് ചെയ്യണം. ഇപ്പോൾ ടൂർണമെന്റ് ഫണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻകം ഉണ്ടായിക്കഴിഞ്ഞാൽ, റവന്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇൻകം എന്ന് പറയുന്നത് ടൂർണമെന്റ് ഫണ്ടിനോട് ആഡ് ചെയ്യണം. ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ വല്ല ചെലവും ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ ആ ഫണ്ടിൽ നിന്നും ലെസ് ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ളത് ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം.
എന്തെങ്കിലും കാരണവശാൽ ഇൻകം ആഡ് ചെയ്ത് എക്സ്പെൻസസ് ലെസ് ചെയ്ത് ഫണ്ട് ബാലൻസ് കാണുന്ന സമയത്ത് ബാലൻസ് നെഗറ്റീവ് ബാലൻസ് ആയി കഴിഞ്ഞാൽ അത് കാണിക്കേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ എക്സ്പെൻഡിച്ചർ സൈഡിലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രത്യേകമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്പെഷ്യൽ ടേംസ് എന്ന് പറയുന്നത്. നമ്മൾ 14 ടേംസ് നമ്മളിവിടെ പഠിച്ചു. ഈ 14 ടേമുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമുക്കിപ്പോൾ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.